ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ദമ്മൊക്കെ ഇട്ടിട്ട്, ദമ്മിടുക എന്ന് പറഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ നമ്മൾ ദമ്മൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിട്ട് അത് എടുത്ത് പറയണം. കാണുമ്പോൾ പ്രോസസ്സ് ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ അയ്യോ എന്തോ ഒരു പാടാന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ല, നല്ല എളുപ്പമുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചിക്കനും റൈസും ഒന്നിച്ചാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണം, വേറെ വേറെ അല്ല. മീൻസ് ആദ്യം ചിക്കൻ വേവിച്ച് ദമ്മിട്ടിട്ടാണ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 3 കിലോ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഞാനിതിപ്പോൾ കറിക്കട്ടായി പോയി വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മേടിക്കുമ്പോൾ ചിക്കൻ്റെ മീൻസ് ചിക്കൻ ബിരിയാണിയുടെ കട്ടായിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പൊടിയുപ്പ്, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം നമ്മുടെ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ചെയ്ത് സവാളയൊക്കെ നന്നാക്കി അരിഞ്ഞ് വരുമ്പോൾ കുറച്ച് നേരം തന്നെ ആവും. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ അടച്ച് വെക്കുക കേട്ടോ. അടച്ച് ഇങ്ങനെ സൈഡിൽ അവിടെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്യാം. അപ്പം ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സവാളയൊക്കെ എന്തോരം വേണമെങ്കിൽ എടുക്കട്ടെ. ഇത് ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ സവാള വറുത്തെടുക്കുകയാണ്. ഇതിന് നമ്മൾ വറുത്തിട്ടാണ് അധികം യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ സവാള വറുക്കാനായിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. അല്ലെങ്കിൽ പിന്നെ നെയ്യിൽ മാത്രം ചെയ്യുക, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ സവാളയുടെ അളവ് പ്രത്യേകം പറയണില്ല, കുറച്ചധികം എടുത്ത് എന്തോരം എടുത്താലും ടേസ്റ്റ് കൂടുകയുള്ളോ കുറയില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സവാള, വെറുതെ തിന്നാൻ അവളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ സവാള വറുത്തെടുക്കണേ. അപ്പോൾ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്ത് സവാള കരിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലികളയിൽ നമുക്ക് സൈഡിൽ ചെയ്യാം. ഇതവിടെ കിടന്ന് പതുക്കാവട്ടെ, പതുക്കെ മുരിഞ്ഞ് വരണം. സിമ്മിലിട്ടിട്ട് മൊരിയിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫുൾ തീയിലിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ മാത്രം കരിഞ്ഞു വരും. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ ഒരു കാര്യങ്ങളാണ്, ജസ്റ്റ് എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അപ്പോൾ അടുത്ത ബാച്ച് ഞാനങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദമ്മിടാനും ചിക്കൻ ഉണ്ടാക്കാനും കൂടിയിട്ട് ഇത്രയും വലിയ പാത്രം എടുത്തിട്ടുള്ള. അപ്പോൾ അതിലേക്കും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നെയ്യിലാണ് കേട്ടോ ചെയ്യണത്, നെയ്യ് മാത്രം ഇപ്പോൾ ഇതിലിട്ടിട്ടുള്ളൂ. ഇനി അതിലേക്ക് തക്കാളി. ഇനി ഇതിൽ നമ്മൾ സവാള ആഡ് ചെയ്യണില്ലേ, നമ്മൾ മൊരിയിച്ച് വെച്ച സവാളയാണ്, അത് ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ ഞാൻ 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. നമ്മൾ ഓൾറെഡി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളകും ചിക്കനിൽ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എരിവ് നോക്കുക. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി തക്കാളി ഇങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതും ഈ പറഞ്ഞ പോലെ എന്തോരം ഇട്ടാലും ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ക്വാണ്ടിറ്റി ഒന്നും പറയണില്ല, ഞാൻ കുറച്ചധികം ഇടും. ഇഞ്ചിയൊക്കെ നല്ലത്, നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ വയറിന് ഗ്യാസ് കയറുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും എന്തോരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പുതിനയും മല്ലിയിലും കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ 2ഉം കൂടിയാണ് കട്ട് ചെയ്തിട്ട് ഒന്നിച്ചിടുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാട്ടെ. തക്കാളി നന്നായി വേവണം. ഇത് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ തക്കാളി, കുഴപ്പമൊന്നുമില്ല, അധികം നേരമൊന്നും എടുക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ തക്കാളി വെന്തില്ലെങ്കിൽ ഒരു കുത്ത് വരും. അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരമണിക്കൂർ എന്തായാലും വെക്കാൻ നോക്കണം. അത് അരമണിക്കൂറാവും, നമ്മൾ അരി കഴുകലും അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ആവും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഇട്ട് എടുത്ത് ഇളക്കി വരണതാണ്. വലിയ പാത്രം എടുത്ത് ഞാൻ പറഞ്ഞ പോലെ ദമ്മിടാനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ വലിയ പാത്രത്തിൽ, ബിരിയാണി ഇത്തിരി ചെറുതായാലും കുഴപ്പമില്ല, റൈസ് മാത്രമാണ് വേവിച്ചെടുക്കണത്. അപ്പോൾ ഇതൊന്ന് ഇതിൽ കിടന്ന് ഇനി നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് ആവട്ടെ കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് നേരം തീ സിമ്മിലിട്ട്, ഫുൾ തീയിലിടരുത്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ അതും കൂടിയും ഇട്ട് കൊടുത്ത്
കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ അങ്ങനെ ഒട്ടും വെള്ളം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തിളപ്പിച്ച വെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം. ചിക്കനിൽ ചാറ് നമ്മളിങ്ങനെ ഇറങ്ങി വരും, എന്നാലും ഇൻ കേസ് ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇനി 3/4 വേവ് നമ്മുടെ ചിക്കനായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി മുളക് പൊടി, പിന്നെ ഗരം മസാല ഒരു ഇത്തിരിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാല മാത്രമാണ്. ഇനിയിപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കട്ടെ. ഒരു 3/4 വേവ് ആയതിന് ശേഷം വേണം നമുക്കിതൊക്കെ ഒന്ന് ആഡ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി കണ്ടോ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ വല്ലാണ്ട് പിന്നെ വെള്ളമായിട്ട് അത് വറ്റിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരാറായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടി ആവുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി അത് അവിടെ സൈഡിൽ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനി റൈസ് ഉണ്ടാക്കാനുള്ള കാര്യം നോക്കാം. അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അരച്ചിട്ട് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കാനാണ്. അപ്പം നമുക്ക് അത് വെള്ളത്തിലൊന്ന് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ അരച്ചിട്ട് അതിലേക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു ഉരുളിയാണ് കേട്ടോ വെച്ചോളൂ. ഉരുളി ഏത് പാത്രം വേണമെങ്കിൽ നമുക്ക് റൈസ് ഉണ്ടാക്കാനാണ് ഇത്. അപ്പം ഞാൻ ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തു. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആദ്യം മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുള്ള പെരിഞ്ജീരകം, കറുകപ്പട്ട, ഏലക്കായ, പിന്നെ കരയാമ്പൂ കേട്ടോ. ഈ 4 സാധനങ്ങളാണ് മസാല പൊടിക്കകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള കേട്ടോ. സവാള കുറച്ച് മതി കേട്ടോ. ഒരു വലിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളത്. ഇനി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലൊരു കാര്യം മറന്നുപോയി. ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ വിട്ടുപോയ കാരണം ഞാനിങ്ങനെ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ആലോചിച്ചത്. അപ്പോൾ ഒന്നിങ്ങനെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അത് മാത്രം ഒന്നിങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൊരിച്ചതിന് ശേഷം പിന്നെ ഒന്നിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യേണ്ട. സവാള ഒന്ന് വാടി വന്നാൽ മതി, മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. സവാള ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ ഇങ്ങനെ ഒന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയാണ്. അരി ഞാനിവിടെ 3 ഗ്ലാസ് അരി എടുത്തിട്ട്, അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച അരിയാണ്. ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആവണം വരെ. ഫ്രൈ ആവുകയെന്ന് വെച്ചാൽ വല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി ഒന്നിങ്ങനെ അരി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഫ്രൈ പോലെ ആവണ ഒരു സൗണ്ട് വരില്ലേ, ആ ഒരു സ്റ്റേജിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് ഇതായി വന്നപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അത് അരച്ചതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് മറക്കരുത്, അടി പിടിക്കും. വെള്ളം വറ്റി കഴിയുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മറക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതവിടെ ഭയങ്കര ഫ്രൈ റൈസ് പോലെ ഇങ്ങനെ ഇട്ട് ഭയങ്കര ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് ഇതാവണം. പിന്നെ ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ ചിക്കൻ വേവിച്ച ചാറുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം, 2 3 എത്ര ഒഴിച്ചാലും ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അളവൊന്നും ഈ കയ്യിലുകൊണ്ട് ഞാൻ 2 കയ്യിലെടുത്തിട്ട് ഒഴിച്ചു. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം വയ്ക്കാൻ മറക്കരുത്. നമ്മൾ ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ. അരി ഞാൻ കഴുകി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിക്കുക. അപ്പോൾ ഇനി നന്നായി ഒന്ന് വെള്ളം തിളച്ച് വന്ന് ആ വെള്ളത്തിൽ ഞാൻ ഉപ്പ് ഇട്ട് നോക്കിയിട്ടാ. അപ്പോൾ നമുക്ക് കറക്റ്റ് ചോറ് വെന്ത് വരും. ആ വെള്ളത്തിൽ ഒരിത്തിരി ഉപ്പ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കണ്ടിട്ട് ആ ചിക്കൻ്റെ മസാല ചാറിൽ നിന്ന് ഇത്തിരി എടുത്ത് ഒഴിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക നമ്മുടെ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും നമ്മുടെ ബിരിയാണിക്ക്. അപ്പം ഇനി അടച്ച് വെച്ചൊന്ന് തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് തീ സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
ഇനി ഇടയ്ക്ക് എപ്പോഴും വന്ന് തുറന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ തീ സിമ്മിലാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് നമ്മുടെ ചോറ് അവിടെ വേവട്ടെ. അതവിടെ അങ്ങനെ ഇരുന്ന് വേവട്ടെ കേട്ടോ. നല്ല എളുപ്പമുള്ള ഒരു ബിരിയാണിയാണ്, അതേസമയം നല്ല രസമാണ് കേട്ടോ. മല്ലിയിലും പുതിനയിലൊക്കെ എന്തായാലും വേണം. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു മുക്കാൽ വേവാകുമ്പോൾ ഞാനിതിൽ ഒരു എന്താ പറയുക ഒരു അരമുറി നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൂണിലെടുത്തത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും നമ്മുടെ റൈസ്. അപ്പോൾ അത് ഒരു വേവ് മുക്കാൽ വേവായാൽ മതി കേട്ടോ, വല്ലാണ്ടിട്ട് വേവിക്കരുത്. അപ്പോൾ നമ്മൾ ദമ്മും കൂടി ഇടുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞാകെ ഒരു മുക്കാൽ വേവാവണം കേട്ടോ. ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കറക്റ്റ് ആവും. എന്നിട്ട് ഇളക്കി ഇതാവണ്ട, ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് വേവും. ഇപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി പിന്നെ അതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചാൽ മതി. വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒന്ന് തുറന്ന് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അധികം വേവാവില്ല. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല ഈ ഒരു വെള്ളം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എന്താ പറയുക പുതിനയും മല്ലിയിലയും കട്ട് ചെയ്തത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള അങ്ങനെ 3 ലെയറിൽ ഇടണം. അതാണ് ഞാൻ കുറച്ച് അധികം വറുത്ത് വെച്ചോന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ചോറ് റൈസ് വേവിച്ചത് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അങ്ങനെ 3-4 ലെയറായിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. അല്ലാണ്ട് ചിക്കൻ മാറ്റിയിട്ട് ചിക്കൻ ഒരു ലെയർ അങ്ങനെയല്ല ചെയ്യണേ. ചിക്കൻ അവിടെ അടിയിൽ കിടന്നോട്ടെ. അപ്പോൾ ആദ്യം മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തു. മല്ലിയിലയും പുതിനയിലും ഒന്നിച്ച് വേണം കേട്ടോ. ആ രണ്ടും വേണം, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെയും വീണ്ടും മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുത്തു. അങ്ങനെ ആദ്യം ചിക്കൻ, പിന്നെ റൈസ്, പിന്നെ മല്ലിയില, പിന്നെ റൈസ്, അങ്ങനെ വീണ്ടും ഇനി റൈസ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ ഏനം പോലെയൊക്കെ വീട്ടിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏനം പോലെയൊക്കെ ചെയ്യും. നമ്മൾ ആർക്കും കൊടുക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ വിരുന്നാരും വരുന്നെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയല്ലേ കഴിക്കാൻ പോണേ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ചെയ്യുക. പിന്നെ ലാസ്റ്റ് വീണ്ടും മല്ലിയിലയും പുതിനയിലയും മിക്സ് ചെയ്തത് ഇടുക. പിന്നെ സവാള കട്ട് ചെയ്ത് വെച്ചത് ഇടുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും കൂടി കുറച്ചും കൂടി നമ്മൾ സവാള വറുക്കണ നേരത്ത് ഫ്രൈ ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഇവിടെ മുന്തിരി വലിയ ഇഷ്ടമില്ല മക്കൾക്ക്. അണ്ടിപ്പരിപ്പ് കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പ് അധികം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ അത് പോകും. അത് കാരണം ഞാൻ എൻ്റെ അടുത്ത് അധികം ഉണ്ടായിരുന്നില്ല. ഒരു 1 കിലോയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ അത്ര അധികമില്ല, കുറച്ചെടുത്തുള്ളൂ. മുന്തിരി വലിയ ഇഷ്ടമില്ല ഇവിടെ. അപ്പോൾ ലാസ്റ്റ് ഇനി 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം അടച്ച് വയ്ക്കുക. ഒരു വെയിറ്റുള്ള ഒരു അല്ലെങ്കിൽ ഞാനിങ്ങനെ ചതക്കണ കുഴയുണ്ടല്ലോ അത് എടുത്ത് വെച്ച് തീ 8 ലോയിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ദമ്മിടൽ. വേറെ മൈദയൊന്നും മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. അതിന് ശേഷം തുറന്ന് നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായിട്ട് നല്ല മണം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോൾ ആ നെയ്യും സവാളയുടെയും പുതിനയിലയുടെയും ഒക്കെ എന്താ പറയുക, വായിൽ വെള്ളം വരിക. നല്ലൊരു മണമാണ്, നല്ല പ്രത്യേക ഒരു ടേസ്റ്റുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, അതേസമയം ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.